വെറും 499 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗോ ഗ്രാഫിക് ഡിസൈനിങ്ങോ പഠിച്ചാലോ? വെറും 499 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതുമല്ല പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ ഒരു വീഡിയോ തികച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഈ ഊള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ പറഞ്ഞു പറ്റിക്കുന്ന ചില ഊള ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കടൽ പോലുള്ള സംഭവമാണ്. അതിൽ SEO വരും, ഗൂഗിൾ ആഡ്സ് വരും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരും, കോർണർ റൈറ്റിംഗ് വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. വെറും ഒരു 499 റെക്കോർഡിംഗ് ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും അത് എന്താണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നോ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. അത് ചില ആൾക്കാർക്കൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും. അങ്ങനെ അത് കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിലാക്കാൻ 100-1 5-6 ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു റെക്കോർഡിംഗ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇത് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ റെക്കോർഡിംഗ് ക്ലാസ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെയുള്ള വീഡിയോസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഗൂഗിളിൻ്റെ അപ്ഡേറ്റും അൽഗോരിതം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ചെയ്യേണ്ട രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു റെക്കോർഡിംഗ് ക്ലാസ് കണ്ട് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ ചിലപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ റാങ്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുക. എന്നിട്ട് അവിടുന്ന് പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഒരു ഫീൽഡിലേക്ക് വരുമോ എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അവിടെ പോവുക. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും മെയിനായിട്ട് പറയുന്ന കാര്യമാണ് 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ നിങ്ങളുടെ കോഴ്സൊക്കെ കഴിയുമ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റേ കൈ മലർത്തും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ മാത്രം വിചാരിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരരുത്. നിങ്ങൾക്ക് ഇതിലേക്ക് അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരുമോ. അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഗൂഗിളിൻ്റെ അപ്ഡേറ്റും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് കണക്കായിട്ട് നിങ്ങളെ വർക്കിംഗ് രീതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരുമോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പല ആഡിലും കണ്ടതാണ്, പഠിച്ചിറങ്ങിയോടെ തന്നെ 1,00,000 രൂപ വരെ സാലറി നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള കുറേ ആഡും കാര്യങ്ങളും. സീരിയസ്ലി നോ. ഇന്ന് കേരളത്തിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. ഓരോ ഏജൻസിയിൽ നിന്നും പല ആൾക്കാരാണ് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കര ഡൗൺ ആണ്. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ അത്രയും വലിയ സാലറി ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആകെ തുച്ഛമായ 5,000, 8,000, 3,000 ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ഫീൽഡിലുണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷനാണ്. നീ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ പുറകിലുണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഇതിന് 1,00,000 വരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അത്രയും വർക്ക് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ നിൽക്കണം എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് മാത്രം ഈ ഒരു ഫീൽഡിൽ വരുക. അല്ലാതെ ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും. വല്ല 3,000, 5,000, 8,000 ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. വെറും 9 to 5 ജോബ് കൂടാതെ ഫ്രീലാൻസ് വർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഇത്രയും ഒരു സാലറി അല്ലെങ്കിൽ ഇത്രയും ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല നിങ്ങൾ അത്രയും ഈ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഏതെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുക. ലൈവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അതിൽ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എങ്ങനെ ക്ലയൻറ്റിനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഓൺലൈനിൽ കാണുന്ന 499 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിച്ചത് എന്നുള്ള പല അല്ലെങ്കിൽ 1,00,000 വരെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്നുള്ള പല ഉഡായിപ്പ് ആഡും കണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഒന്നുകിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത്. പക്ഷേ അതിലുപരി ഞാൻ ഈ ഒരു ഫീൽഡിൽ കുറച്ചുകൂടി എക്സ്പെർട്ട് ആവാനുള്ള കാരണം എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു പേഴ്സൺ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഒരു ഫീൽഡിൽ പിന്നെയും കുറച്ച് ഡെവലപ്പ് ആയത്. പൈസ ഉണ്ടാക്കാൻ പറ്റും, സീരിയസ് ആയിട്ട് പറയാം. ഇതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1,00,000 അതിൽ കൂടുതലൊക്കെ പൈസ നിങ്ങൾക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ ഉഡായിപ്പ് 499 ഏജൻസിയിലൊന്നും പോയി പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫസ്റ്റ് തന്നെ 1,00,000 ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ ചെയ്യുന്ന വർക്കും
അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ വളർച്ച ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അത്രേ ഉള്ളൂ.